റേഷൻ വിതരണത്തിൽ കേന്ദ്ര ഏജൻസിയായ NICUയുടെ ട്രയൽ റൺ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണർ. റേഷൻ വിതരണത്തിലെ സാങ്കേതിക സേവനത്തിൽ നിന്ന് IT മിഷനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ട്രയൽ റണ്ണിന് ശേഷമാകും തുടർ നടപടിയെന്നും സിവിൽ സപ്ലൈസ് കമ്മീഷണർ D സജിത് ബാബു IAS അറിയിച്ചു. റിപ്പോർട്ടർ വാർത്തയുടെ പശ്ചാത്തലത്തിൽ IT മിഷനെ ശാക്തീകരിക്കാനും സർക്കാർ തലത്തിൽ ആലോചന തുടങ്ങി. റേഷൻ വിതരണത്തിലും മസ്റ്ററിംഗിലും സംസ്ഥാന സർക്കാർ ഏജൻസിയായ IT മിഷനെ ഒഴിവാക്കാൻ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുവെന്ന വാർത്ത ഇന്നലെ റിപ്പോർട്ടർ TVയാണ് പുറത്തുവിട്ടത്. IT മിഷനെ ഒഴിവാക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്നറിയിച്ച് സിവിൽ സപ്ലൈസ് കമ്മീഷണർ D സജിത് ബാബു റിപ്പോർട്ടർ TVക്ക് നൽകിയ കത്തിൽ ഇത് സംബന്ധിച്ച ആലോചനയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. NICയുടെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ച ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ എന്നാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ വിശദീകരണം. ട്രയൽ റൺ തീയതി തീരുമാനിക്കാൻ അടുത്തയാഴ്ച യോഗം ചേരും. NICയെ IT മിഷനൊപ്പം സമാന്തരമായി കൊണ്ടുപോകാൻ നേരത്തെ ധാരണയായെന്നും ഇതിന് 3.5 ലക്ഷം രൂപ നൽകിയെന്നും കത്തിൽ അറിയിച്ചു. NICയെയും IT മിഷനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നെങ്കിലും അത് പ്രായോഗികമാകില്ലെന്ന് വിലയിരുത്തിയാണ് എല്ലാ റേഷൻ സേവനങ്ങളും കേന്ദ്ര ഏജൻസിയായ NICക്ക് നൽകാൻ പൊതുവിതരണ വകുപ്പ് നടപടി തുടങ്ങിയത്. റേഷൻ ചുമതലയിൽ നിന്ന് IT മിഷനെ ഒഴിവാക്കി കേന്ദ്ര ഏജൻസിയായ NICയെ കൊണ്ടുവരുന്നത് സർക്കാരിന് നാണക്കേടാണ്. വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ IT മിഷനെ ശാക്തീകരിച്ച് വീണ്ടും ചുമതല ഏൽപ്പിക്കാനാണ് സർക്കാർ തലത്തിലെ പുതിയ ആലോചന. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ IT മിഷൻ പുറത്താവുകയും ഒപ്പം NIC വരികയും ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ അത് ആദിൽ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ നാണക്കേട് കൂടിയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിലും മസ്റ്ററിങ്ങിലും സാങ്കേതിക സഹായവും സേവനവും നൽകുന്നത് സംസ്ഥാന IT മിഷനാണ്. IT മിഷനെ ഈ ചുമതലയിൽ നിന്നും മാറ്റി കേന്ദ്ര ഏജൻസിയായ NICയെ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു എന്നതായിരുന്നു ഇന്നലെ റിപ്പോർട്ടർ TV നൽകിയ വാർത്ത. ഈ വാർത്തയ്ക്ക് പിന്നാലെ വലിയ ചർച്ചകൾ സർക്കാർ തലത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചിരിക്കുന്ന വകുപ്പാണ് IT വകുപ്പ് എന്നതും ഓർക്കണം. ഏതായാലും ഇതിൻ്റെയൊക്കെ ഫലമായി ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ സിവിൽ സപ്ലൈസ് കമ്മീഷണർ സജിത് ബാബു IASൻ്റെ ഒരു കുറിപ്പ് റിപ്പോർട്ടർ TVക്ക് ലഭിക്കുകയുണ്ടായി. ആദ്യ വരി തന്നെ പൊതുവിതരണ വകുപ്പ് IT മിഷനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത റിപ്പോർട്ടർ ചാനൽ വന്ന വാർത്ത വ്യാജമാണ് എന്നുള്ളതാണ്. നമ്മൾ തീരുമാനിച്ചു എന്ന് വാർത്ത നൽകിയിട്ടില്ല. അത് സംബന്ധിച്ച ആലോചനകളും നടപടികളും പുരോഗമിക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ റിപ്പോർട്ടർ TV നൽകിയ വാർത്ത. ഏതായാലും പിന്നീടുള്ള വിവരങ്ങൾ മുഴുവൻ, ആ കുറിപ്പിലെ വിവരങ്ങൾ മുഴുവൻ നമ്മുടെ വാർത്തയെ സാധൂകരിക്കുന്നതാണ്. ഈ സാങ്കേതിക പ്രശ്നം പല തവണ ആവർത്തിച്ച് മസ്റ്ററിങ്ങിലടക്കം വന്നപ്പോൾ NIC ഉദ്യോഗസ്ഥരും IT മിഷൻ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ NICയെ ഒരു സമാന്തര ഏജൻസിയായി നിലനിർത്താമെന്നൊരു ആലോചന വന്നു. ഇത് സംബന്ധിച്ച് NICക്ക് 3.5 ലക്ഷം രൂപ ഇതിനുള്ള ഫീസായി നൽകുകയും ചെയ്തു എന്ന് ഈ കുറിപ്പിലൂടെ സജിത് ബാബു IAS പറയുന്നുണ്ട്, പൊതുവിതരണ കമ്മീഷണർ അറിയിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അന്വേഷണത്തിലാണ് പിന്നീട് മനസ്സിലായത് ഈ സാങ്കേതിക സേവനത്തിന് 2 ഏജൻസികളെ ഒരേ സമയം നിയമിക്കാൻ കഴിയില്ല. ഒന്നുകിൽ IT മിഷൻ അല്ലെങ്കിൽ NIC എന്ന നിലയിലെ സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ഏതായാലും പിന്നീട് NICയെ ആ നിലയിൽ തീരുമാനിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും നൽകുകയും ചെയ്ത വാർത്ത. പിന്നീട് ട്രയൽ റൺ അടക്കമുള്ള കാര്യങ്ങളും ഈ കുറിപ്പിൽ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. NIC ട്രയൽ റൺ നടത്തി വിജയകരമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നും ട്രയൽ റൺ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അടുത്തയാഴ്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ട്രയൽ റൺ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. NIC ആണ് ട്രയൽ റൺ നടത്തുന്നത്. ഈ IT മിഷനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിന് NICയെ ട്രയൽ റണ്ണിന് ക്ഷണിക്കണം എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഏതായാലും സർക്കാരിന് ഇത് സംബന്ധിച്ച് വലിയൊരു നാണക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ്. IT മേഖലയിൽ വലിയ കുതിപ്പാണ് നമുക്ക് എന്നൊക്കെ ആവർത്തിക്കുമ്പോഴും IT മിഷൻ്റെ ഈ ശേഷിക്കുറവും പ്രാപ്തിക്കുറവുമൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ളവ കടക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറി IT മിഷനെ കൂടുതൽ ശാക്തീകരിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.